ഇവരതിന്റെ ഒരു പ്രീക്വൽ, ഇത് കഥയുടെ പ്രീക്വൽ എന്നുള്ള നിലയ്ക്ക് ആ ക്യാരക്ടറിന്റെ കഥ പറയും. ഈ ഓണത്തിന് വരാൻ പോകുന്ന കംപ്ലീറ്റ് ആക്ഷൻ എന്റർടൈനർ ആണ് ഖലീഫ. തുടർച്ചയായിട്ട് ആക്ഷൻ ഫിലിംസ് ചെയ്യുന്ന ഒരു ഡയറക്ടറും നന്നായി ആക്ഷൻ സീൻസ് ചെയ്യുന്ന ഒരു നായകനും ഒരുമിച്ച് വരുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലീഫയുടെ തീം ഒരു സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് കാണിച്ചിട്ടുണ്ട് ഈ സംഭവം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് മറ്റേ ഫസ്റ്റ് ഗ്ലിംസ് വന്ന സമയത്ത് നമുക്ക് അത് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഖലീഫ എന്ന് പറയുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിയുടെ മോശം അഭിപ്രായം വന്ന 2 സിനിമ, ലാസ്റ്റ് ഇപ്പൊ ഒരു ഹിറ്റ് വന്നിട്ടുള്ളത് 2024 പുള്ളിയുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്ലിംസ് വന്നപ്പോഴും സെക്കൻഡ് ഇപ്പൊ ട്രെയിലർ വന്നപ്പോഴും കൊഫെ പേഴ്സ് ആക്ടിന്റെ കാര്യം പറയാനുണ്ട്. ഇന്ദിരാഗാന്ധി സ്വർണ്ണക്കടത്തുകാരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ സാധനം പറഞ്ഞിട്ട്. അപ്പൊ ആ സീൻ അതന്നെയാണ് അപ്പൊ സിനിമയുടെ തീം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊരു ലെഗസി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സിനിമയിലെ കാസ്റ്റാണ് എടുത്തു പറയേണ്ടത്. പൃഥ്വിരാജ് സുകുമാരൻ എന്നുള്ള മെയിൻ ആക്ഷൻ ഹീറോ ആയിട്ട് തന്നെ ട്രെയിലറിൽ കാണിച്ച പോലെ തന്നെ പൃഥ്വിരാജ്, അതേപോലെ തന്നെ നിതിൻ മുകേഷ്, നമ്മള് കത്തിയിലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള അങ്ങനെ ഈ ഫേസ് കുറെ കാലത്തിന് ശേഷം കാണുന്നത് നിതിൻ മുകേഷിന്റെ. അതേപോലെ തന്നെ ഷമ്മി തിലകനെ നമുക്ക് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള മാളവിക ശർമ്മയാണ് നായികയായിട്ട് നമ്മളിപ്പോ സോങ്ങിലാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഇന്ദ്രൻസ് ആണ്. പുള്ളിയുടെ ആ ഒരു നരേഷനാണ് ഗ്ലിംസിൽ കൊടുത്തിരുന്നത്. ആ ഒരു ഇയാളും ഇയാളുടെ ഉപ്പുപ്പ എന്താണെന്നുള്ളത് ഇന്ദ്രൻസിന്റെ ഒരു നരേഷനിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ സഞ്ജു ശിവറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ബേബീസ് കണ്ട മുതൽ ഇയാൾക്ക് കുറെ കൂടി നല്ല കൊടുക്കാറുള്ള ഭയങ്കര പെർഫോമറാണ്. അതേപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പൊ ശിവജിത്ത്, പിന്നെ എന്താ പറയാ കുറെ പേരെ കാണിച്ചിട്ടുണ്ട് കാസ്റ്റിൽ. ഇപ്പൊ രഞ്ജി പണിക്കർ ഡയലോഗ്സ് ഒക്കെ കാണിക്കുന്ന മോഹിനി. പിന്നെ പറയേണ്ടത് അതായത് മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ഈ സിനിമയിൽ ഉണ്ട്. അത് ഈ സിനിമയിൽ അതില്ലാന്നോ അത് അങ്ങനെ ഒന്നുമില്ല, ഈ സിനിമയിൽ ഉണ്ട്. കൈ ഷോട്ട് അതെ, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ. അപ്പൊ ആ സിനിമ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടല്ല ഈ സിനിമ ഇതാക്കുന്നത്, പക്ഷെ ആ ക്യാരക്ടറിന് ഒരു കഥ പറയാനുണ്ട്. പൃഥ്വിരാജ് വൈശാഖ് കോംബോ, ഇവര് പോക്കിരാജയിലാണ് ആദ്യമായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തത്. മല്ലു സിംഗ് ഇവര് തന്നെ ആയിരുന്നു ഒരുമിച്ച് ആ പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട് ആ പ്രൊജക്ട് മുടങ്ങി പോവുകയും പിന്നീട് അതിൽ ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുകയുണ്ടായത്. ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് അതേ കോംബോ. അതായത് ഭയങ്കര നന്നായിട്ട് ആക്ഷൻ ഫിലിംസ് എടുക്കുന്ന ഒരു ഡയറക്ടറും നന്നായി ആക്ഷൻ ചെയ്യുന്ന ഒരു നായകനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പൃഥ്വിരാജിന്റെ കൂടെ നിരവധി സിനിമകളിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ജിനു. അതുപോലെ തന്നെ പുള്ളിയുടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ആദം ജോൺ ആണ്. ഈ സിനിമയിൽ പുള്ളി പ്രൊഡ്യൂസറായിട്ടും ഉണ്ട്. ജോ മോണ്ടി ജോൺ ആണ് സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ. നമുക്കറിയാം പുള്ളി ഇന്ത്യത്തെ ഒരുപാട് ഭാഷയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലായിടത്തും ഓടി നടന്നിട്ട് വർക്ക് ചെയ്യുന്ന സിനിമോട്ടോഗ്രാഫറാണ്. പുള്ളി ആദ്യമായിട്ടാണ് വൈശാഖിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നത്. ഇതുവരെ വന്നിട്ടുള്ള ഗ്ലിംസ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും സോങ്സ് ആണെങ്കിലും വിഷ്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ആ ഒരു ഔട്ട് തന്നെ സിനിമയിൽ കിട്ടട്ടെന്ന് എക്സ്പെക്ട് ചെയ്യണം. ആക്ഷൻ സീൻസ് ഈ സിനിമയിൽ 3 ആക്ഷൻ കോറിയോഗ്രാഫേഴ്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. യാനിക് ബെൻ, ചേതൻ ഡിസൂസ, അതേപോലെ ഫീനിക്സ് പ്രഭു. യാനിക് ബെൻ വർക്ക് ചെയ്ത ആക്ഷൻ സീൻസ് ആണ് നമ്മളെ ബ്ലഡ് ലൈൻസിന്റെ ഗ്ലിംസിൽ കണ്ടത്. യാനിക് ബെൻ ഇപ്പോൾ തുടങ്ങി ലാസ്റ്റ് മലയാള സിനിമയിൽ ഭയങ്കര സജീവ സാന്നിധ്യമാണ്. അതേപോലെ തന്നെ ചേതൻ ഡിസൂസ നമ്മൾ ആവേശത്തിൽ മുമ്പ് സ്റ്റൺസ് ഭയങ്കരമായിട്ട് കണ്ടാണ്. അതേപോലെ ഫീനിക്സ് പ്രഭു ലാസ്റ്റ് വർക്ക് ചെയ്ത മലയാള പടമാണ് അതിരടി. അപ്പൊ 3 അടിപൊളി സ്റ്റണ്ട് ഡയറക്ടേഴ്സ് ആണ്. ഈ സിനിമയിലാണെന്നുണ്ടെങ്കിൽ അടിക്ക് യാതൊരു പഞ്ഞുമില്ല. അപ്പൊ ഭയങ്കര ആക്ഷൻ സീൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എക്സ് ബിജോയ് ആണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഈ വർഷം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ പക്ഷേ പുള്ളിയായിരിക്കും. ഇപ്പൊ തുടക്കം വരെ പുള്ളി ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമ ബ്ലഡ് ലൈൻ ആണെങ്കിൽ പോലും ഭയങ്കരമാണ്. ഒരുപാട് പേര് റിംഗ് ടോണൊക്കെയാണ് ആ സാധനം. പക്ഷെ ഇപ്പൊ വന്ന ലാസ്റ്റ് ജോക്ക് ബോക്സ് സിനിമയുടെ ഇപ്പൊ ലാസ്റ്റ് വന്ന സോങ്സ് നോക്കുമ്പോൾ ഭയങ്കര നെഗറ്റീവ് അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനത്തെ സോങ്സ് ആയിരിക്കില്ല ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഭയങ്കര മോശം അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു നിരാശ പുള്ളി ട്രെയിലറിൽ തീർത്തിട്ടുണ്ടായിരുന്നു. പടത്തിന്റെ സൗണ്ട് ട്രാക്കും ഗംഭീരമായിരിക്കട്ടെ. ചമന ആദ്യമായിട്ടാണ് പൃഥ്വിരാജിന്റെ വൈശാഖിന്റെയും കൂടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയണം തോന്നിയിട്ടുള്ള ഒരു കാര്യം പുള്ളിയുടെ എഡിറ്റിംഗിൽ ട്രാൻസിഷൻ ഷോട്ട്സ് വരുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഫാസ്റ്റ് കട്ട്സും എനിക്ക് എടുത്തു പറയണം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഓണത്തിന് ലോക വലിയൊരു ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ഖലീഫ പുള്ളിക്ക് റിപ്പീറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു.
ഈ അയാം ഗെയിം ഒഴിവാകുന്നത് വരെ ഓണത്തിന് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ത്രില്ലറും ഒരു ഫാമിലി എന്റർടൈനറുമാണ്. ആക്ഷൻ ത്രില്ലർ വേണ്ടവർക്ക് അത് കാണാം, ഫാമിലി എന്റർടൈനർ വേണ്ടവർക്ക് ഇത് കാണാം എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലീഫ ദ ബ്ലഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഗ്ലിംസ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പൊ ട്രെയിലർ വന്നപ്പോ ഖലീഫ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പൃഥ്വിരാജ് ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു കഥയുണ്ട്. ഈ സിനിമ ഒരു വിജയമായി കഴിഞ്ഞാൽ ഇവർ അതിന്റെ ഒരു പ്രീക്വൽ, ഇത് ഈ കഥയുടെ പ്രീക്വൽ എന്നുള്ള നിലയ്ക്ക് ആ ക്യാരക്ടറിന്റെ കഥ പറയും. ഈ സിനിമ സക്സസ് ആയി കഴിഞ്ഞാൽ